ഹായ് ഹലോ, ഞാൻ നിംസ് 777 ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ഈവനിങ് തോട്ട്സ് ആണ്. നമുക്ക് എന്നും ചെയ്യുന്നത് പോലെ നമ്മുടെ കൈകൾ രണ്ടും ചേർത്ത് വെച്ചിട്ട് യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കാം. പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്നിലേക്ക് അട്രാക്റ്റ് ആകുവാനും എൻ്റെ പേഴ്സണിലേക്കും അട്രാക്റ്റ് ആകുവാനും നെഗറ്റീവ് ചിന്തകളെ ഞങ്ങളിൽ നിന്നും വേർപിരിക്കുവാനും റിമൂവ് ചെയ്യുവാനും യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുന്നു. യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് ഞങ്ങൾക്ക് ആവശ്യമാണ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സ്, ഈ കാർഡ്സ് യൂണിവേഴ്സ് എൻ്റെ കൈകളിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നിങ്ങൾക്ക് അനുഗ്രഹമായിട്ടാണ്. പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ വെച്ചിട്ട് നമ്മൾ ഈ റീഡിംഗ് ഒന്ന് കാണാൻ ശ്രമിക്കുക കേട്ടോ. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സ് എല്ലാവരും ഒരേ എനർജിയിലല്ലോ, ഡിഫറെൻ്റ് എനർജി അല്ലേ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം എന്നില്ല വാല്യൂ ആവണത്. ഒത്തിരി പേര് എൻ്റെ അടുത്ത് ഇങ്ങനെ മെസ്സേജൊക്കെ ചെയ്തു, അവരുടെ പേഴ്സൺ വിളിച്ചു, സംസാരിച്ചു, ഒത്തിരി താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ കുറച്ച് പേർക്ക് അവരിലേക്ക് അവരുടെ പേഴ്സൺ എത്തിയിട്ടില്ല, ബ്ലോക്ക് ചെയ്തു പോയെന്നൊക്കെ പറഞ്ഞു. അതെന്തുകൊണ്ടായിരിക്കും? ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട് ആദ്യം ഹീലാവാനായിട്ട്. ഒന്ന് ഹീലാവൂ. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കുറവുണ്ടാവുന്നേ. അതുകൊണ്ടാണ് നമ്മുടെ പേഴ്സൺ നമ്മളിലേക്ക് വൈകുന്നത്. നിങ്ങൾ സ്വയം ചിന്തിച്ച് നോക്കുക എന്തുകൊണ്ടാവുമെന്ന്. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ പ്രാർത്ഥിക്കൂ. ഇന്ന് ബ്ലോക്ക് ചെയ്ത് പോയ ആള് തിരിച്ചു വരുന്നേ. അപ്പം നമ്മളിൽ എന്തെങ്കിലും കുറവുണ്ടാവുമല്ലോ. അപ്പോൾ എല്ലാവർക്കും എല്ലാ സമയത്തും ഒരേ എനർജി ആയിരിക്കില്ല. അവരും ചിലപ്പോൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അട്രാക്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല, ചിലപ്പോൾ നിങ്ങളുടെ സൈഡിൽ നിന്നായിരിക്കും. അപ്പോൾ അത് കറക്റ്റ് ഒരു ടൈമിലെത്തുമ്പോൾ യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് വരുമ്പോഴാണ് നമുക്ക് നമ്മുടെ പേഴ്സൺ നമ്മളിലേക്ക് വരിക കേട്ടോ. വന്നില്ല വെച്ചിട്ട് നിങ്ങൾ വിഷമിക്കരുത്. നിങ്ങൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കുക. നിങ്ങളുള്ള മുറിവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ യൂണിവേഴ്സിൽ സമർപ്പിക്കുക. നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒത്തിരി കാര്യങ്ങളില്ലേ, ആ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യൂ. ഈ ഒരു കാര്യം മാത്രം ചിന്തിച്ചിരിക്കാതെ നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒത്തിരി കാര്യങ്ങളില്ലേ, അത് ചെയ്യൂ. അവർക്ക് വരാൻ ടൈം ആവുമ്പോൾ അവർ നിങ്ങളിലേക്ക് എത്തും. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സ്, ഇപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ളവർ, വരാതിരിക്കുന്ന എനർജീസ് ആണെങ്കിൽ പ്രാർത്ഥിക്കൂ. നിങ്ങൾക്കുള്ളതാണെങ്കിൽ അവർ നിങ്ങളിലേക്ക് എത്തുന്നേ കേട്ടോ. ഒരു കാര്യത്തിൽ നിങ്ങൾ വിഷമിക്കേണ്ട ഒരു ആവശ്യമില്ല. അതിൽ നിങ്ങൾക്കിപ്പോൾ ചെയ്യാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യൂ. മനസ്സിലായോ? ഇനി എന്താ വേണ്ടതെന്നറിയോ? നല്ല കാര്യങ്ങൾ ചെയ്യുക, നല്ല ചിന്തയോടുകൂടെ നമ്മൾ മുന്നോട്ട് പോവുക. ഒന്നിലും നമ്മൾ നെഗറ്റീവ് കണ്ടെത്തരുത്. ഇപ്പോൾ എൻ്റെ റീഡിങ് കണ്ടിട്ട് ഒത്തിരി പേര് പറഞ്ഞല്ലോ പേഴ്സൺ വിളിച്ചു, മെസ്സേജ് ചെയ്തു എന്നൊക്കെ. അപ്പോൾ ചിലവരുടെ എനർജിയിലേക്ക് അത് എത്തിയിട്ടുണ്ടാവില്ല. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ 2 ദിവസമായിട്ട് ഫുൾ മൂണൊക്കെ അവസാനിച്ച സമയമാണ്. ഒത്തിരി പേരിലേക്ക് ഒത്തിരി ഇഷ്യൂസ് ഉള്ള സമയമാണ്. ചിലവർക്ക് കുറച്ച് സമയം എടുക്കും. അതെല്ലാവർക്കും ഒരുപോലെ ആവില്ലല്ലോ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യൂ. വിളിക്കരുത് കേട്ടോ, മെസ്സേജ് ചെയ്തോളൂ കേട്ടോ. നമുക്ക് അതിന് ഒരു ഉത്തരം കണ്ടെത്താം. ഇപ്പോൾ എല്ലാവരുടെ എനർജീസ് ഒരുപോലെ ആവില്ലല്ലോ. ഞാൻ എപ്പോഴും പറയണതാണ്, നിങ്ങൾ ആ കാര്യത്തിൽ വിഷമിക്കാതിരിക്കൂ. നിങ്ങൾക്ക് ചെയ്യേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളിൽ ഇപ്പോൾ ഫോക്കസ് ചെയ്യൂ. അങ്ങനെയുള്ള എനർജീസ് കേട്ടോ. സങ്കടപ്പെടേണ്ട ഒരു കാര്യവുമില്ല. നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്കുള്ളതാണെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ തിരിച്ചു വരുന്നേ കേട്ടോ. നമുക്ക് ഇനി കാർഡ്സ് എടുത്ത് വെച്ചിട്ട് കുറച്ച് നേരമായിട്ടുണ്ട്. അധികം സംസാരിച്ചിട്ട് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ അറിയണ്ടേ, വേണ്ടേ? അപ്പം നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഇവിടെ ഫസ്റ്റ് കിട്ടിയിരിക്കുന്ന കാർഡ് എന്താണെന്നാ, ദ ഹെർമിറ്റ് ആണ്. ഹെർമിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പം നിങ്ങളുടെ പേഴ്സൺ ഈ സന്ധ്യ സമയത്ത് നിങ്ങളുടെ പേഴ്സൺ ഒറ്റപ്പെട്ടിരിക്കുന്ന എനർജിയാണ്, സങ്കടപ്പെട്ടിരിക്കുകയാണ്. അവരുടെ സോളിനെ അന്വേഷിക്കുകയാണ്. അതായത് നിങ്ങളെ ആവാം. ഇപ്പം മിണ്ടാതിരിക്കുക, നോ കോണ്ടാക്ട് സിറ്റുവേഷനിലൊക്കെ ആണെങ്കിൽ തല്ലുകൂടിയിരിക്കുന്ന അവസ്ഥ ഉണ്ടല്ലോ. അങ്ങനെയൊക്കെ ആണെങ്കിൽ അവർ ഇപ്പം അന്വേഷിക്കുന്നത് എൻ്റെ പ്രാണൻ എവിടെയാണ്. എല്ലാവരും എനിക്കുണ്ടെങ്കിലും അവരില്ലാണ്ട് ഞാൻ ആകെ എന്താ പറയുക, എൻ്റെ ഒരു ഭാഗം പോയ പോലെയാണ്. എനിക്ക് എല്ലാം ഷെയർ ചെയ്യാനുള്ള ഒരു പേഴ്സൺ അവരാണ്. മനസ്സിലായോ? സ്വയം അവർ ചിന്തിക്കുകയാണ്. ഒത്തിരി വിഷമിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷനിലൂടെയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ പോകുന്നത്. കാരണം നിങ്ങൾ അടുത്തില്ല. അത് തന്നെയാണ് മെയിൻ റീസൺ. ഇപ്പോൾ പറഞ്ഞല്ലോ, എന്നെ ബ്ലോക്ക് ചെയ്ത് പോയി എന്നൊക്കെ ചിലവരൊക്കെ പറഞ്ഞു. അവർ സന്തോഷത്തോടെയാണോ ബ്ലോക്ക് ചെയ്ത് പോവുക? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ അവിടെ ഉണ്ടാവുമല്ലോ. നിങ്ങളതിന് മുന്നേ എന്തെങ്കിലും വാക്ക് തർക്കമോ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടാവില്ലേ? ഇല്ലേ?
അതിൻ്റെ ബേസിലാവണമല്ലോ ഒരു ബ്ലോക്ക് ചെയ്ത് പോവുക. അതിന് മുന്നൊരു റീസൺ ഉണ്ടാവില്ലേ? ആ റീസൺ എന്താ നിങ്ങൾ അതിനെ കണ്ടെത്തൂ. അതിന് പരിഹാരം കാണാൻ നിങ്ങൾക്ക് സാധിക്കുള്ളൂ. അതിനുള്ള സൊല്യൂഷൻ നിങ്ങൾ യൂണിവേഴ്സിനോട് ചോദിക്കണം. അവരവർ എന്താണ് ചെയ്തത്, എന്തുകൊണ്ടാണ് നമ്മുടെ പേഴ്സൺ നമ്മളിൽ നിന്ന് പോയേ എന്ന ആ പേഴ്സണല്ലേ അറിയുള്ളൂ, നിങ്ങൾക്കല്ലേ അറിയുള്ളൂ. അപ്പം നിങ്ങൾ അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്തുക. നിങ്ങളുടെ പേഴ്സൺ സന്തോഷത്തിലൊന്നല്ല ഇരിക്കുന്നത്, അവരും ഒരു സൈഡിൽ മാറി ഇരുന്നിട്ട് ഒത്തിരി നിരാശ അനുഭവിക്കുന്ന, വിഷമിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് ദ ഹെർമിറ്റ് കാർഡ് കാണിക്കുന്നത്. മനസ്സിലായോ? രണ്ടാമത്തെ കാർഡ് എന്ന് പറയുമ്പോൾ കിങ് ഓഫ് സ്വാർഡ്സ് ആണ്. എന്താ കിങ് ഓഫ് സ്വാർഡ്സ്? നിങ്ങളും അവരും തമ്മിൽ ഈ നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ ഇരിക്കുന്ന അവസ്ഥയിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു തിങ്കിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ വന്നത്? എന്തുകൊണ്ടായിരിക്കും ഞാൻ ഈ ഗ്യാപ്പ് ഇട്ട് നിൽക്കുന്നത്? എന്താ ഞങ്ങൾക്കിടയിൽ സംഭവിച്ചത്? അതിനൊരു ക്ലാരിഫൈ വേണം എന്നവർ ചിന്തിക്കുകയാണ്. മനസ്സിലായോ? പിന്നെ സത്യത്തെയും നീതിയെയും ഒക്കെ മുറുകെ പിടിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജി ആയിട്ട് കാണിക്കുന്നത് അവർ ജെന്യുവൻ ആയിട്ടുള്ള ഒരു പേഴ്സൺ തന്നെയാണ്. മനസ്സിലായോ? അവർക്ക് അവരുടേതായ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. നിങ്ങൾക്ക് എത്ര കണ്ട് നിങ്ങളുടെ ഫാമിലിയിൽ ഇമ്പോർട്ടൻ്റ് ആണോ അത്രയും കണ്ട് അവർക്ക് അവരുടെ ഫാമിലി, അവരുടെ വർക്ക്, കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. മനസ്സിലായോ? അപ്പോൾ എന്തെങ്കിലുമൊക്കെ അതിൽ ഒരു ഇഷ്യൂസ് നിങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ടാവാം. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്, എന്താണ് ഈ സിറ്റുവേഷൻ്റെ ഒരു കാരണം എന്നൊക്കെ അവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുക, പാസ്റ്റിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ലീഡർഷിപ്പുള്ള ഒരു പേഴ്സൻ്റെ എനർജിയാണ്. അവർ ഒത്തിരി കാര്യങ്ങൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടയിലും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയാണ്. നിങ്ങളായിട്ട് എന്തുകൊണ്ടാണ് ഇത്രയും ഡിസ്റ്റൻസ് വരാൻ കാരണം, എങ്ങനെയെങ്കിലും എനിക്ക് എത്തണം, എൻ്റെ പേഴ്സണിലേക്ക് എനിക്ക് എങ്ങനെയെങ്കിലും എത്തണം എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പവറുള്ളൊരു പേഴ്സൻ്റെ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. മനസ്സിലായോ? അടുത്തത് മജീഷ്യനാണ്. എന്താ മജീഷ്യൻ എന്ന് പറഞ്ഞാൽ അത്രയും സ്കില്ലുള്ളൊരു പേഴ്സണാണ് അവർ. മനസ്സിലായോ? അവർ ആഗ്രഹിച്ചത് എന്തും നേടിയെടുക്കാനായിട്ട് കഴിവുള്ളൊരു പേഴ്സണാണ്. മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളിലേക്ക് എത്താൻ. അത്ഭുതം വേണം. എന്താണ് ഞങ്ങൾക്കിടയിൽ ഉണ്ടായെന്ന് വെച്ചാൽ അതെല്ലാം അവസാനിച്ചിട്ട് ഒരു തുടക്കം വേണം, ഒരു യൂണിവേഴ്സിൻ്റെ ഇടപെടൽ വേണമെന്ന് അവരെ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട്. മനസ്സിലായോ? അവരുടെ കൈകൾ അതിനു വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. മേ ബി ചിലവരൊക്കെ ഇപ്പോൾ വാട്സപ്പൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടാണെങ്കിൽ ഒന്ന് ഓപ്പൺ ചെയ്തൊക്കെ നോക്കുന്നുണ്ടാവാം നിങ്ങളറിയാതെ. മനസ്സിലായോ? അവരുടെ കൈകൾ അവരറിയാതെ തന്നെ നിങ്ങളെ ചേസ് ചെയ്യുന്നു എന്നാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങളറിയാതെ നിങ്ങളെ ചേസ് ചെയ്യുക, അത് നല്ല രസമല്ലേ? നിങ്ങൾ കരുതും ഇപ്പോൾ അവർ അന്വേഷിക്കുന്നൊന്നുമില്ല എന്ന്, എന്നാൽ അവർ അന്വേഷിക്കുന്നുണ്ട്. മനസ്സിലായോ? നിങ്ങളെക്കുറിച്ച് നിങ്ങളറിയാതെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോടോ മറ്റുള്ളവരോടൊക്കെ അന്വേഷിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഒരു മാറ്റം വരണമെന്നാണ് ഇവിടെ ദ മജീഷ്യൻ കാണിക്കുന്നത്. മാജിക് സംഭവിക്കും, ഉറപ്പാണത്. യൂണിവേഴ്സ് ബ്ലസ് ചെയ്യുന്നുണ്ട്. അടുത്ത കാർഡ് 7 ഓഫ് വാൻഡ്സ് കാർഡാണ്. എന്താണ് 7 ഓഫ് വാൻഡ്സ്? നിങ്ങളുടെ പേഴ്സൺ, ഞാൻ എൻ്റെ പേഴ്സൻ്റെ സ്നേഹം, മനസ്സിലായോ? അവരുടെ പേഴ്സൺ എന്ന് പറയുമ്പോൾ നിങ്ങളല്ലേ. ഞാൻ എൻ്റെ പേഴ്സൻ്റെ സ്നേഹം അനുഭവിക്കാനായിട്ട് എന്തുകൊണ്ട് അർഹനാണെന്ന് ചിന്തിക്കുന്ന പേഴ്സണാണ്. എനിക്ക് തന്നെയാണ് അർഹത. എത്രയൊക്കെ ഞങ്ങൾ ഇപ്പോൾ പിരിഞ്ഞിരുന്ന സിറ്റുവേഷൻ ആയാലും യൂണിവേഴ്സ് ബ്ലസ് ചെയ്യുന്ന ആ നിമിഷം അവരിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സ്നേഹം എനിക്ക് മാത്രമാണ് അർഹതപ്പെട്ടത് എന്ന് ചിന്തിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. അവരൊത്തിരി മാനിഫെസ്റ്റൊക്കെ ചെയ്യുന്നുണ്ട് നിങ്ങളെക്കുറിച്ചിട്ട്. ഈ സമയത്ത് പോലും, ഈ സന്ധ്യാസമയത്ത് പോലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് തന്നെയാണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിൽ ഒത്തിരി പേർക്ക് ചില സമയങ്ങളിലൊക്കെ എന്തൊരു പ്രത്യേക എനർജി വന്ന പോലെ, അത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ ആ സമയത്ത് ഓർക്കുന്നു. എന്തുകൊണ്ടാണ്? ഒന്നും ചെയ്യാതെ ചിലപ്പോൾ വെറുതെ ഇരിക്കുന്ന സമയവും പെട്ടെന്ന് സങ്കടം വരിക, പെട്ടെന്ന് എന്തോ ഒരു ഫീല് നമുക്ക് ഉണ്ടാവുക. അതൊക്കെ എന്താണ്? ആ സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നു. അവിടെ നിങ്ങളെ കുറിച്ച് ഓർക്കുന്നു. ഒന്നല്ലെങ്കിൽ പാസ്റ്റിനെ കുറിച്ചാവാം, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് എങ്ങനെ എത്തണം എന്ന ഫ്യൂച്ചറിനെ കുറിച്ചാവാം. അവരുടെ ചിന്തകളിൽ നിങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അനുഭവപ്പെടുമ്പോഴാണ് നിങ്ങൾക്കും എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവറിന് എന്തെങ്കിലും സംതിങ് സ്പെഷ്യലായിട്ട് അവിടെ അനുഭവപ്പെടും. പെട്ടെന്നായിരിക്കും ഒരു ഓർമ്മ വരിക, സങ്കടം വരിക. പെട്ടെന്നായിരിക്കും സംതിങ്, എന്തെങ്കിലും ഒരു കുളിര് കോരുക എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു ഫീൽ ഉണ്ടാവുക. പെട്ടെന്ന് തണുപ്പ് അനുഭവപ്പെടുക. അത്രമേൽ നിങ്ങളെക്കുറിച്ച് അവർ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. എത്തണം, ഒന്ന് കാണണം, ഒന്ന് മിണ്ടണം, എങ്ങനെയെങ്കിലും ഒന്ന് കണ്ടാൽ മതി, എനിക്ക് അത്രമേൽ പ്രിയപ്പെട്ടതാണ്
എന്ന് അവർ ചിന്തിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് ഇവിടെ 7 ഓഫ് വാൻസ് കാർഡ് കാണിക്കുന്നത്. മനസ്സിലായോ? എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിന് നിങ്ങൾ വിശ്വസിക്കുന്ന യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് തന്നെയാണ് ഇത്രയും കാർഡ്സ് കാണിക്കുന്നത്, ഈ 4 കാർഡ്സും കാണിക്കുന്നത്. നിങ്ങളെ വിട്ടുപോകാനായിട്ട് അവർക്ക് സാധിക്കില്ല എന്നാണ് ഇവിടെ കാർഡ്സ് കാണിക്കുന്നത്. ഒരു ജഡ്ജ്മെൻറ്റ് നിങ്ങളിലേക്ക് കൊണ്ടുവരണം. നിങ്ങളും അവരും തമ്മിൽ ഇപ്പോൾ ഈ സിറ്റുവേഷനിൽ ഇരിക്കുമ്പോൾ ഒരു നീതി നടപ്പാക്കണമെന്ന് പറയില്ലേ? ഇപ്പോൾ ഫാമിലി ആയിരിക്കാം, ഫ്രണ്ട്സൊക്കെ ആയിരിക്കും, ആരാണ് നിങ്ങളിൽ ഇടപെട്ടതെന്ന് നിങ്ങൾക്ക് അറിയാലോ. ഒന്നിപ്പോൾ മിണ്ടാതിരിക്കുന്ന സിറ്റുവേഷനിൽ ഒത്തിരി പേർക്കൊക്കെ ഫാമിലി ഇടപെട്ടിട്ടുണ്ടാവാം. എന്നാൽ അവർ ചിന്തിക്കുന്നത് ഒരു എന്താ പറയുക, കറക്റ്റായിട്ടുള്ളൊരു നീതി നടപ്പാക്കണമെന്ന് പറയില്ലേ? അതാണിപ്പോൾ അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പോയാൽ പറ്റില്ല. എനിക്ക് ഇങ്ങനെ എൻ്റെ പേഴ്സണെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചിരിക്കേണ്ട ആളല്ല ഞാൻ അവരുടെ കൂടെ ജീവിക്കേണ്ട ആളാണ്, അവരുടെ സ്നേഹം അനുഭവിക്കേണ്ട ആളാണ്. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് ഞാൻ ഇന്ന് തീരുമാനം എടുക്കാൻ വൈകിപ്പോയതെന്ന് ചിന്തിക്കുന്ന എനർജീസും ഇവിടെ ഉണ്ട്. ഞാൻ എന്തിനാ വൈകണേ? എനിക്ക് എൻ്റെ പേഴ്സണിലേക്ക് എത്തണമല്ലോ. എത്ര തടസ്സം ഉണ്ടായാലും എനിക്ക് അവരെ വിട്ട് നിൽക്കാൻ പറ്റില്ല, എനിക്ക് എത്തണം. ഒരു ജഡ്ജ്മെൻറ്റ് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ആലോചിക്കുമ്പോൾ ഉണ്ടാകുന്നത്. ജഡ്ജ്മെൻറ്റ് കാർഡാണ്. അവർ ഒത്തിരി പ്രകടിപ്പിക്കാത്തൊരു പേഴ്സൺ ആയിരിക്കും. സ്നേഹമൊന്നും പ്രകടിപ്പിക്കാൻ അറിയുണ്ടാവില്ലേ ചിലപ്പോൾ. ഉള്ളിൻ്റെ ഉള്ളിൽ അത്രയും കുമിഞ്ഞു കൂടിയിട്ട് പറയില്ലേ, ഇങ്ങനെ കൂട്ടി വയ്ക്കാൻ പറയില്ലേ? അതാണ് 6 ഓഫ് പെന്റക്കിൾ കാർഡ് കാണിക്കുന്നത്. അത് അങ്ങോട്ട് ഉള്ളിൽ വെച്ചിരിക്കുകയാണ്, പ്രകടിപ്പിക്കാണ്ട്. എന്നുവെച്ചാൽ അത് പ്രകടിപ്പിക്കുമോ? അതുമില്ല. നിങ്ങളെ വിചാരം എന്താണ്? അവർ നിങ്ങളെ സ്നേഹിക്കുന്നില്ല എന്നാണ്. നിങ്ങൾ സ്നേഹിക്കുന്നതിനേക്കാളും ഇരട്ടിയായിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. ഇഷ്യൂസ് ഉണ്ടാവും, അതൊരു ലൈഫാകുമ്പോൾ ഉണ്ടാവില്ലേ? എപ്പോഴും നമ്മൾ സന്തോഷത്തോടെയാണോ പോവുക? അല്ലല്ലോ. ഒരു ദുഃഖം ഉണ്ടാവില്ലേ? എന്തിനാ യൂണിവേഴ്സ് നമുക്ക് ദുഃഖം തരുന്നത്? നമ്മൾ ഒരാളെ സ്നേഹിക്കുമ്പോൾ നമുക്ക് ചുറ്റുള്ളതൊന്നും കാണില്ല അല്ലേ? നമ്മൾ ആ പേഴ്സണിലൂടെ മാത്രം ഇങ്ങനെ സഞ്ചരിക്കും. അവരുടെ സ്നേഹം നുകരാൻ മാത്രമായിട്ട് ഇങ്ങനെ അവർ പിന്നാലെ എന്താ പറയുക, ഒരു വണ്ടിനെ പോലെയോ പൂമ്പാറ്റയെ പോലെയൊക്കെ അവർ പിന്നാലെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ചുറ്റുള്ളതൊന്നും കാണില്ല. അപ്പോൾ നിനക്ക് ചുറ്റുമുള്ള കാര്യങ്ങളിലേക്കൊന്ന് കണ്ണോടിക്കുക എന്ന് യൂണിവേഴ്സ് പറയും. നിങ്ങളൊന്ന് മാറി നിൽക്കുമോ? നിങ്ങളുടെ സ്നേഹം എത്രയുണ്ടെന്ന് ഞാനും കൂടി ഒന്ന് അറിയട്ടെ. നിങ്ങൾക്ക് ഇങ്ങനെ ഞാൻ മിണ്ടാതിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സണും നിങ്ങളും തമ്മിൽ മിണ്ടാതിരിക്കുന്ന സിറ്റുവേഷനിൽ നിങ്ങളുടെ സ്നേഹം എത്രയുണ്ടെന്നൊന്ന് ഞാൻ അറിയട്ടെ. നിങ്ങൾ അവരെ മാത്രം സ്നേഹിച്ചാൽ മതിയോ? ഞാനെന്ന യൂണിവേഴ്സ് ഇവിടെ ഇല്ലേ? നിങ്ങൾ എന്നെ ഒന്ന് കൺസിഡർ ചെയ്യൂ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. മനസ്സിലായോ? യൂണിവേഴ്സിലേക്ക് കുറച്ചും കൂടി അടുക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത്. ചുരുക്കം പറഞ്ഞാൽ, നിങ്ങൾ സ്നേഹിക്കുന്ന ആ സമയത്ത് നിങ്ങൾ മറ്റുള്ളവരെ ശ്രദ്ധിക്കില്ല. ചിലപ്പോൾ നിങ്ങളെ തന്നെ ശ്രദ്ധിക്കില്ല അല്ലേ? നിങ്ങളുടെ കാര്യങ്ങളിൽ നിങ്ങൾ ഇത്തിരിയിലേ വരുത്തും. എന്നാൽ യൂണിവേഴ്സ് പറയുന്നത് അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ ആദ്യം ചെയ്യുക. അതായത് യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണോ അതൊന്നുകൂടെ ഒന്ന് അടുപ്പിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചുറ്റുമുള്ള ആൾക്കാരെ നിങ്ങൾ കൺസിഡർ ചെയ്യണം അല്ലേ? അവരെ കൺസിഡർ ചെയ്യാനായിട്ടുള്ളൊരു യൂണിവേഴ്സിൻ്റെ ഒരു പ്രവൃത്തി ഒന്ന് കൂട്ടിക്കോളൂ. ഈ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ നിങ്ങൾ അവരെയും കൂടി ഒന്ന് പരിഗണിക്കൂ. മാതാപിതാക്കളാവാം, സുഹൃത്തുക്കളാവാം, ബന്ധുക്കളാവാം, അങ്ങനെ നമുക്ക് ചുറ്റും ഒത്തിരി പേരുണ്ടല്ലേ, അവരെയും കൂടി ഒന്ന് കാണൂട്ടോ. അങ്ങനെയാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. അങ്ങനെ നിങ്ങൾ എല്ലാവരെയും ഒന്ന് പരിഗണിക്കുമ്പോൾ എല്ലാവരോടും സമാധാനത്തിൽ പെരുമാറുക കേട്ടോ. ദേഷ്യപ്പെടരുത്. നമ്മൾ അറിഞ്ഞോ അറിയാതെയൊക്കെ ഒത്തിരി പേരെ വേദനിപ്പിക്കുന്നുണ്ടാവാം. അതൊക്കെ നമുക്ക് ഒരു എന്താ പറയുക നെഗറ്റീവായിട്ടേ വരുള്ളൂ. അപ്പോൾ എല്ലാവർക്കും നല്ല കാര്യങ്ങൾ, ആരോടെങ്കിലും വൈരാഗ്യമോ ദേഷ്യമോ ചിലപ്പോൾ അറിഞ്ഞുകൊണ്ടൊന്നും ആവില്ല, എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോറി പറയുക. ഒരു കാരണമില്ലെങ്കിൽ നിങ്ങൾ സോറി പറഞ്ഞോളൂ. ഇനിയിപ്പോൾ ചെയ്തവരുണ്ടാവാം ചെയ്യാത്തവരുണ്ടാവാം ദേഷ്യപ്പെട്ടിട്ടേ. അങ്ങനെ ചെയ്താലും ചെയ്തില്ലെങ്കിലും നിങ്ങൾ എന്ത് വേണം? സോറി. ഞാൻ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടെങ്കിൽ സോറി. യൂണിവേഴ്സ്, എനിക്ക് നിൻ്റെ ബ്ലെസ്സിങ്സ് ആവശ്യമാണ്. ഞാൻ ഇനി എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ എന്ന് നിങ്ങൾ ചോദിച്ചോളൂ യൂണിവേഴ്സിനോട്. ഞാൻ നിങ്ങളോടൊരു സമയം പറഞ്ഞിട്ടുണ്ട്, 3 to 3:15. ആ ടൈമിൽ നിങ്ങൾ എണീറ്റിട്ട് നിങ്ങൾ ഇരിക്കുന്ന ഏതവസ്ഥയായിക്കോട്ടെ, ബെഡിൽ കിടക്കുകയാണെങ്കിൽ അവിടെ ആയിക്കോട്ടെ, യൂണിവേഴ്സിനോട് നിങ്ങൾ ചെയ്ത എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് തെറ്റായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അതിന് സോറി പറയണം, ആരോടായിക്കോട്ടെ. എന്നിട്ട് യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുക. നല്ലത് മാത്രം, നല്ല കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക. അപ്പോൾ യൂണിവേഴ്സ് നമുക്ക് ബ്ലെസ്സിങ്സ് തരുമെന്നാണ് ഇവിടെ പറയുന്നത്. ഇനി അടുത്ത കാർഡ് എന്താണെന്നറിയോ? ഏസ് ഓഫ് വൺസ് ആണ്. എന്താണ് ഏസ് ഓഫ് വൺസ് പറയുന്നത്? നമ്മുടെ എത്രാമത്തെ കാർഡാ? 7th കാർഡ്. എന്താ പറയുന്നേ? ന്യൂ ഐഡിയ കൊണ്ടുവരുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ.
നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മുന്നോട്ട് പോകണം. അതിന് പുതിയ പുതിയ ഐഡിയ കൊണ്ടുവരുന്നുണ്ട്. എങ്ങനെയെങ്കിലും ഒരു ഒത്തുതീർപ്പാക്കി പോകണം. എനിക്ക് ഫ്യൂച്ചറിലേക്ക് അവർ വേണം. എന്താണോ ഞാനും അവരും തമ്മിൽ ഇഷ്യൂസ് ഇല്ലെങ്കിൽ അതൊന്ന് അവസാനിപ്പിച്ച് എനിക്ക് അവരോടൊന്ന് മിണ്ടിയാലെങ്കിലും മതി. ഞാൻ സംതൃപ്തനാണ്. അവരൊരു പരിഭവവും പരാതി ഇല്ലാണ്ട് എന്നോട് ഒന്ന് ചിരിച്ചാൽ മതി. ഞാൻ അത്രയും സന്തുഷ്ടനാവും. എനിക്ക് ഉറപ്പാണ് എൻ്റെ പേഴ്സൺ എന്നിലേക്ക് മടങ്ങി വരുന്നത്. അതിന് വേണ്ടിയിട്ട് അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളെ ഒത്തിരി ആഗ്രഹിക്കുകയാണ്. എൻ്റെ പേഴ്സണെ ഒന്ന് കാണണം. യൂണിവേഴ്സ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു ഐഡിയ കാണിച്ചു തരൂ. എന്താണെന്ന് ഫ്രണ്ട്സിനോടൊക്കെ പറയുന്നുണ്ടാവാം. ഒരു ഐഡിയ പറഞ്ഞു തരൂ, എങ്ങനെയതൊന്ന് ഒത്തുതീർപ്പാക്കാന്ന്. മനസ്സിലായോ? അങ്ങനെ ഒത്തിരി ചിന്തിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് ഇവിടെ ഏസ് ഓഫ് വാൺസ്. അവരുടെ ബുദ്ധിയിലേക്ക് അവരെ എങ്ങനെ നിങ്ങളിലേക്ക് എത്താമെന്ന് ചിന്തിക്കുന്നു, മാനിഫെസ്റ്റ് ചെയ്യുന്നു എന്നൊരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. അടുത്ത കാർഡ് എന്താ അറിയോ? നൈറ്റ് ഓഫ് വാൺസ്. എന്താണ്? നിങ്ങൾ സന്തോഷിക്കാൻ പോവാണ്. നിങ്ങളുടെ പേഴ്സൺ അധികം താമസിയാതെ നിങ്ങളിലേക്ക് എത്തും. നിങ്ങൾ ഒത്തിരി സന്തോഷിക്കും. നിങ്ങളുടെ ലൈഫിൽ സന്തോഷത്തിൻ്റെ ഒരു ദിവസമാണ് ഇനി വരാൻ പോകുന്നത്. എത്ര കണ്ട് നിങ്ങൾ ദുഃഖിച്ചോ, എത്ര കണ്ട് നിങ്ങൾ വിഷമിച്ചോ, അതിനൊക്കെ ഒരു മാറ്റം സംഭവിക്കാൻ നിങ്ങളുടെ പേഴ്സൺ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ജഡ്ജ്മെന്റ് എടുത്തിട്ടുണ്ട്. ഇവിടെ കിങ് ഓഫ് വാൺസ് കാർഡ് ബോട്ടം ഓഫ് ദി ഡെക്ക് കണ്ടോ? ഒരു രാജാവിൻ്റെ നിലപാടാണ് എടുത്തേക്കുന്നത്. ദൃഢനിശ്ചയം തന്നെ എടുത്തിരിക്കുന്നത്. നിങ്ങളെ കാണണം, നിങ്ങളോട് അവരുടെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യണം. നിങ്ങളെ പിരിഞ്ഞിരിക്കാൻ എനിക്ക് സാധിക്കില്ല. അങ്ങനെ ഒരു നിലപാടെടുത്ത ഒരു കിങ്ങിൻ്റെ എനർജിയാണ് നിങ്ങളുടെ പേഴ്സണിലുള്ളത്. ഒരു കിങ് ഒരു നിലപാടെടുത്ത് കഴിഞ്ഞാൽ അതിന് മാറ്റം ഉണ്ടോ? എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സ് ഒന്ന് പറയൂ. ഉണ്ടോ? മാറ്റില്ല. നമ്മൾ ഒരു നിലപാടെടുക്കുമ്പോൾ അത് ഒത്തിരി ആലോചിച്ചിട്ടാണ് നിലപാടെടുക്കുന്നത്, അല്ലേ? ഒരു കിങ് ആയാലും ക്വീൻ ആയാലും ഒരു സാധാരണ വ്യക്തിയാണെങ്കിലും ഒരു നിലപാടെടുക്കുമ്പോൾ ഉറച്ച നിലപാടാവണം കേട്ടോ. അങ്ങനെ എടുക്കുമ്പോൾ അത് എന്ന് പറയുന്നത് ഒരു മാറ്റമില്ലാത്ത നിലപാടാവണം, ഉറച്ച തീരുമാനമാവണം, ദൃഢനിശ്ചയം വേണം. അങ്ങനെ ചിന്തിച്ചിട്ട് ഒരു നിലപാടെടുത്തൊരു പേഴ്സൻ്റെ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങളിൽ നിന്ന് ഒരു തിരിച്ചുപോക്കില്ല. നീയാണ് എനിക്ക് വിലപ്പെട്ടത്, പ്രിയപ്പെട്ടത്. അവർ ഒത്തിരി പേരോടൊക്കെ അവർക്ക് അത്രയും വേണ്ടപ്പെട്ട ഫ്രണ്ട്സിനോടൊക്കെ ചോദിക്കുന്നുണ്ടാവാം, ഒപ്പീനിയൻ ചോദിക്കുന്നുണ്ടാവാം, എന്താണ് ഇനി വേണ്ടതെന്ന്. അപ്പം അതിന് മുന്നേ എന്താണെന്നറിയോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്? നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ ആദ്യം ചെയ്യുക. ഇപ്പം നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ, ആ കാര്യം നിങ്ങൾ 100% ഡെഡിക്കേറ്റ് ചെയ്ത് ചെയ്യുക. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ 2 ദിവസം ഒന്ന് മാറി എന്ന് വെച്ചിട്ട് ഒന്നും സംഭവിക്കില്ലല്ലോ. സംഭവിക്കുമോ? ഇല്ല. ചിലവർക്കൊക്കെ കുറച്ച് ദിവസമൊക്കെ മാറി നിന്നിട്ടുണ്ടാവാം. എങ്കിലും നിങ്ങൾക്ക് ഉറപ്പില്ലേ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നു? ആ ഉറപ്പ് മാത്രം മതി. ചിലവർക്കൊക്കെ പെട്ടെന്നായിരിക്കും യൂണിവേഴ്സ് ഗിഫ്റ്റ് കൊടുക്കുക നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വരാൻ. എന്നാൽ കുറച്ച് പേർക്കൊക്കെ ഇത്തിരി ഡിലേ വരുത്താം. അത് വെച്ചിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരില്ല എന്നല്ലല്ലോ. അപ്പം നമ്മൾ ഒത്തിരിയും കൂടി യൂണിവേഴ്സിലേക്ക് അടുക്കാനുണ്ടെന്നാണ് അർത്ഥം. ഞാൻ പറയുമ്പോൾ നിങ്ങൾ അത് ചെയ്യുന്നുണ്ടാവില്ല, പ്രാർത്ഥിക്കുന്നുണ്ടാവില്ല, ഹീലാവുന്നുണ്ടാവില്ല. നിങ്ങൾ സ്വയം തന്നെ ചിന്തിച്ചു നോക്കൂ, എന്തുകൊണ്ടാണ് എൻ്റെ പേഴ്സൺ എന്നിലേക്ക് വരാൻ വൈകുന്നത്? അതിനുള്ള സൊല്യൂഷൻ നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ടാവും. നല്ലപോലെ പ്രാർത്ഥിക്കാനാണ് പറയുന്നത്. നല്ല കാര്യങ്ങൾ ചെയ്യുക, നല്ല പ്രവൃത്തിയോടെ ആവണം. ഇപ്പം ഞാൻ പറഞ്ഞത് കൊണ്ട് മാത്രം നിങ്ങൾ മാറണമെന്നില്ലല്ലോ. ഞാൻ നിങ്ങൾക്കൊരു ഗൈഡ് തരുന്നു എന്നുള്ളൂ, അല്ലേ? യൂണിവേഴ്സും ഞാനും തമ്മിൽ ഒരു ബന്ധം എന്നുള്ളത് നിങ്ങൾക്കൊരു ഇടനിലക്കാരനായിട്ട് നിൽക്കുക. നിങ്ങൾക്ക് ഒരു സ്റ്റക്ക് എനർജി വരുമ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും അത്രയും ഞാൻ ചെയ്യുന്നുള്ളൂ. പിന്നെ എല്ലാം ചെയ്യേണ്ടത് നിങ്ങളാണ്, കേട്ടോ? അപ്പോൾ പോസിറ്റീവായിട്ടുള്ള കാര്യം മാത്രം ചിന്തിക്കുക. ഈ സന്ധ്യാസമയത്ത് നിങ്ങളെക്കുറിച്ച് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ആലോചിക്കുന്നത്. അപ്പോളേ ഞാൻ റീഡിങ് അവസാനിപ്പിക്കാൻ പോവാണ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് എൻ്റെ റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ നല്ല വീഡിയോസുമായിട്ട് നിങ്ങളിലേക്ക് ഞാൻ വരും. നിങ്ങളുടെ സ്വന്തം നിംസ്.